അയ്യോ, കറണ്ട് പോയി. നമസ്കാരം, നോൺസെൻസിലേക്ക് സ്വാഗതം. കേശുക്കാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിന് ലോയേഴ്സ് കോൺഗ്രസിന്റെ ഓരോ ശുപാർശയും ഞാൻ അരിച്ചു പെറുക്കി. ഇനി ഡീൻ കുര്യാക്കോസ് എംപിയുടെ ശുപാർശ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് പോലെയാണ് കറണ്ട് മന്ത്രിയും പറയുന്നത്. ഒരിത്തിരി കറണ്ടിന് വേണ്ടി കേന്ദ്രത്തിലും ഗഡിലും ഞാൻ അരിച്ചു പെറുക്കി. ഇനി ആകെ ഋഷിസിംഗിനെ കൊണ്ടുവരുന്നത് മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ അതിനൊരു വൈശാലിക്ക് നിയമനം കൊടുക്കണം. ആ വൈശാലി സംഘപരിവാറുകാരിയാകരുത്, SFIക്കാരിയാകരുത്. എങ്കിൽ അപ്പം തന്നെ കേസുകാർ മാത്രമല്ല പലരും പ്രശ്നം ഉണ്ടാകും. അതും കുഴപ്പമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ കുറെ കാലം മുമ്പ് നമ്മുടെ കേരളത്തിൽ അതിനനുസരിച്ചാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ലോഡ് ഷെഡിങ്, പവർ കട്ട്, അത് പുതിയ തലമുറയ്ക്ക് അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടി KCB പല വിധത്തിലുള്ള പവർ കട്ട് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. അത്തരം പവർ കട്ടിലേക്കാണ് നോൺസെൻസ് നിങ്ങളെ ഇത്തവണ കൊണ്ടുപോകുന്നത്. KCB അവതരിപ്പിക്കുന്നു വീര്യം കുറഞ്ഞ കട്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ സോഫ്റ്റായ പ്രതികരണമില്ലേ, അതുപോലത്തെ കട്ടാണിത്. ഫാൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കറങ്ങില്ല, അനങ്ങും. ലൈറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു 0 വാട്ട് ബൾബിന്റെ പ്രകാശം. വോൾട്ടേജ് ഭയങ്കര കുറവായിരിക്കും. ഒരു തരം അഡ്ജസ്റ്റ്മെന്റ് കട്ട്, വീര്യം കുറഞ്ഞ കട്ട്. ഇനി വീര്യം കൂടിയ കട്ട്, അത് ഇപ്പോൾ I ഗ്രൂപ്പ്, A ഗ്രൂപ്പ്, KC ഗ്രൂപ്പ് തുടങ്ങിയവർ തമ്മിലുള്ള ഈ അടിയുടെ വീര്യം കൂടിക്കൂടി വരുന്നത് പോലെ ഒരു തരം കട്ടാണ് വീര്യം കൂടിയ കട്ട്. ഇത് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ TVയും AC-യും ഫ്രിഡ്ജും ഒക്കെ അടിച്ചു പോകും. ഒരു തരത്തിൽ ട്രാൻസ്ഫോമർ വരെ അടിച്ചു പോകുന്ന വീര്യം കൂടിയ പവർ കട്ട്. അടുത്തത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേകതരം കട്ടാണ് പ്രിയദർശിനി കട്ട്. അമ്മമാരും ചേച്ചിമാരൊക്കെ വൈകുന്നേരം സീരിയൽ കാണുന്ന, മെഗാ സീരിയൽ കാണുന്ന സമയം വൈകുന്നേരം 6:30 മുതൽ രാത്രി 9:30 വരെ, ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ആയിരിക്കും ഈ പ്രിയദർശിനി കട്ട് സോഫ്റ്റ് ആയിട്ട് വരിക. അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സർക്കാരിന്റെ കരുതലാണ്. ഇനി ഒരു മുഖ്യമന്ത്രി സ്പെഷ്യൽ കട്ടാണ് വിസ്മയ കട്ട്. പവർ കട്ട് ഒഴിവാക്കുമോ എന്ന ചോദ്യത്തിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയും പവർ കട്ട് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കും. എന്നിട്ട് മൈക്ക് ഓഫ് ചെയ്ത് ആരും കാണാതെ പറയും ഒരിക്കലും ശ്രമിക്കില്ല, ഒരിക്കലും ഒഴിവാക്കുകയുമില്ല. ഇതുപോലെ സർപ്രൈസ് ആയി വരുന്ന കട്ടിനെയാണ് വിസ്മയ കട്ട് എന്ന് പറയുന്നത്. ആ കട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഇരട്ടത്ത് നിന്നും ബൾബിലേക്ക് നോക്കിയാൽ ഒരാൾ ഇങ്ങനെ കാണിക്കുന്നത് കാണാം. അടുത്ത കട്ട് ഇന്ദിര കട്ട്. അതൊരു ജനാധിപത്യ മര്യാദ ഇല്ലാത്ത കട്ടാണ്. കാരണം എപ്പോൾ വരും എപ്പോൾ പോവും എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരുതരം അടിയന്തരാവസ്ഥ കാലത്തെ കട്ടിനെയാണ് ഇന്ദിര കട്ട് എന്ന് വിളിക്കുന്നത്. മറ്റൊരു കട്ട് തൂഫാൻ കട്ട്. നല്ല കാറ്റും മഴയുണ്ടാവും, ഒരു കൊടുങ്കാറ്റ് തൂഫാൻ പോലെ ആഞ്ഞടിക്കുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും ആ കറണ്ട് പോയത് ഈ കൊടുങ്കാറ്റ് കാരണമാണല്ലോ എന്ന്. സത്യത്തിൽ അതല്ല. ഈ കാറ്റും മഴയൊക്കെ ഇങ്ങനെ വരുമ്പോൾ KCB അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അങ്ങ് ഓഫ് ചെയ്യും. അപ്പോൾ അവരുടെ ഒരു മുദ്രാവാക്യം കൂടെ ഉണ്ട്, ഇരുട്ടാണ് ലഹരി, നിങ്ങൾ പ്രകൃതിയിലേക്ക് മടങ്ങൂ, ജീവിക്കാൻ വേണ്ടി മെഴുകുതിരി കത്തിച്ചു വയ്ക്കും. തൂഫാൻ കട്ട്. ഓരോ പവർ കട്ടും ഓരോ അനുഭവമാണ്. യഥാർത്ഥത്തിൽ ഇത് വേണമെങ്കിൽ ടൂറിസം വകുപ്പുമായിട്ട് ചേർന്നിട്ട് KCBക്ക് ഒരു ടൂറിസം പാക്കേജ് തുടങ്ങാവുന്നതാണ്. ഡാർക്ക് നൈറ്റ് കേരള സഫാരി എന്നോ, പിന്നെ രാത്രി കൊതുകിന്റെ സംഗീതം ഫാൻ ഇല്ലാതെ ആഘോഷിക്കപ്പെടുന്നത്. മാത്രമല്ല നമ്മുടെ നാട്ടുകാർ തമ്മിൽ നെറ്റ്ഫ്ലിക്സും നെറ്റും ഒന്നുമില്ലാതെ ഒരുമിച്ച് ചേർന്നിരുന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന കാഴ്ച സായിപ്പുമാർക്ക് വേണേൽ കാണിച്ചു കൊടുക്കാം. ഇതിനെ പറ്റിയൊരു പേരും ഇടാം. പേര് മറ്റൊന്നുമല്ല, ഗോഡ്സ് ഓൺ കൺട്രി ഇൻ ഡാർക്ക് മോഡ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.